മ്യൂണിക്കിലെ അലയൻസ് അരീന സ്റ്റേഡിയം. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനെതിരെ പന്ത് തട്ടാൻ ഇറങ്ങിയ PSG ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് മുന്നിലാണ്. 90 മിനിറ്റുകൾക്കിപ്പുറം റഫറി അവസാന വിസിലൂതി. PSG കന്നിക്കിരീട നേട്ടത്തിൽ ആർപ്പ് വിളിക്കുന്ന ആ ഗ്യാലറിയിലെ കൈവിരലുകളിലൂടെ ഒരു കൂറ്റൻ ടിഫോ ബാനർ പടർന്നു. ആ ചിത്രം കണ്ടവരുടെ മനസ്സിലെല്ലാം ഒരു പതിറ്റാണ്ടിനപ്പുറത്തെ ആ ഫ്രെയിം മിന്നിമറഞ്ഞു. വൈകാരികമായ ആ നിമിഷത്തിൽ ഒരു വേള എല്ലാവരും കണ്ണീർ തുടച്ചു. 10 വർഷങ്ങൾക്കപ്പുറം ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞ ആ ചിത്രം പലതും പറയുന്നുണ്ടായിരുന്നു. ഇനിയൊരിക്കലും ആവർത്തിക്കില്ലെന്ന യാഥാർത്ഥ്യത്തിനിടയിലും ഒരു പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് ആ ചിത്രം വാചാലമായി. വർഷം 2015. ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ യുവന്റസിനെ കീഴടക്കി ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായി. കാറ്റാലന്മാരുടെ ആ കിരീട രാത്രിയിൽ കാൽപന്തിന്റെ മിശിഹായും സുൽത്താനും അടക്കം മൈതാനത്ത് ആനന്ദ നൃത്തം ചവിട്ടി. ആർത്തലച്ച ഗ്യാലറിയിൽ ആനന്ദം അലതല്ലുന്നു. അതിനിടയിലാണ് മൈതാനത്തെ ഒരു 5.5 വയസ്സുകാരിയിലേക്ക് ക്യാമറ കണ്ണുകൾ പതിഞ്ഞത്. തന്നെക്കാൾ പൊക്കമുള്ള ബാഴ്സയുടെ പതാക ഏന്താനുള്ള ഒരു കുഞ്ഞു ബാലികയുടെ ശ്രമം. അവൾ ധരിച്ച ചുവപ്പും നീലയും കലർന്ന ബാഴ്സ ജേഴ്സിയിൽ 8-ാം നമ്പറിനൊപ്പം അവളുടെ പേരുണ്ടായിരുന്നു, ക്സാന. അവൾക്ക് ആ പതാക മൈതാനത്ത് നാട്ടണമായിരുന്നു. ഇത് കണ്ട അവളുടെ പിതാവ് ലൂയിസ് എൻറിക്കെ തന്റെ മകളുടെ അടുത്തേക്ക് ചെന്നു. ലോകത്തെ മുഴുവൻ കാൽപന്താരാധകരെയും സാക്ഷിയാക്കി അവരൊരുമിച്ച് ആ പതാക നാട്ടി. അയാൾ തന്റെ മകളെ വാരിപ്പുണർന്നു. അവളുടെ പൊക്കമുള്ള ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് മുകളിലിരുത്തി. യൂറോപ്പിലെ ചാമ്പ്യൻ ക്ലബിന്റെ മാനേജറിൽ നിന്നും അയാൾ വാത്സല്യനിധിയായൊരു അച്ഛൻ മാത്രമായി മാറി. 4 വർഷങ്ങൾക്ക് ശേഷം സാനായെ കുറിച്ച് എൻറിക്കോയുടെ ട്വിറ്ററിൽ ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുടെ മകൾ ക്സാന 9-ാം വയസ്സിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 5 മാസം അവൾ ബോൺ ക്യാൻസറിനോട് പോരാടി. ഞങ്ങൾ നിന്നെ എന്നും ഓർക്കും. കാലചക്രം വീണ്ടും കറങ്ങി. 10 വർഷങ്ങൾക്കിപ്പുറം 2025 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരിക്കൽ കൂടി എൻറിക്ക തന്റെ ടീമുമായി ഇറങ്ങുന്നു. അവളോടൊപ്പമുള്ള ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ബെർലിൻ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് ശേഷം ബാഴ്സ ഫ്ലാഗിനൊപ്പമുള്ള ആ ചിത്രം മായാതെ നിൽക്കുന്നു. അതേ ചിത്രം ഇന്ന് PSG ആവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മകൾ ശാരീരികമായി അവിടെ ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ ആത്മാവിനായങ്ങളിൽ അവൾ എന്നും ഉണ്ടാവും. ഫൈനലിന് മുമ്പ് അകാലത്തിൽ വിട്ടുപോയ തൻ്റെ മകൾക്ക് ഒരു പിതാവ് നൽകിയ വാക്കാണത്. ആ വാക്ക് അക്ഷരം പ്രതി പുലർന്നിരിക്കുന്നു. മകൾക്ക് ആദരമർപ്പിച്ച് രൂപകൽപ്പന ചെയ്ത കറുത്ത ടീഷർട്ട് ധരിച്ചെത്തിയ എൻറിക്കോയും സംഘവും വിജയസോപാനം കീഴടക്കി. മ്യൂണിക്കിലേക്ക് ഉറ്റുനോക്കിയ ഭൂഗോളത്തിനൊപ്പം വാനലോകത്ത് നിന്നൊരു കുഞ്ഞു നക്ഷത്രവും തൻ്റെ കണ്ണുകൾ പായിച്ചു. ആകാശത്തിന്റെ ചെരുവിൽ പിതാവിന്റെ വിജയത്തിൽ അവളൊരു പതാക നാട്ടി. പറുദീസയിലെ ആ ചിത്രം അലയൻസ് അരീനയിൽ ഇന്നലെ പുനർജനിച്ചു. അവളുടെ ഓർമ്മയിൽ PSG കാൽപന്ത് കളിയിലെ രാജാക്കന്മാരായി.